ഹായ്, ഞാൻ ദീപ. അപ്പോൾ കഴിഞ്ഞ 2 വീഡിയോസിൽ നമ്മുടെ Q&A വീഡിയോസ് ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ വീഡിയോസിൽ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് കണ്ടിട്ട് ഒത്തിരി പേര് കൊള്ളാം, നല്ല അടിപൊളിയായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടും പിന്നെ ഇതെങ്ങനെയാണ് ചെയ്യുന്നത്, ഈ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണ് സെറ്റ് ചെയ്ത് എടുക്കുന്നതെന്ന് ചോദിച്ചിട്ട് ഒത്തിരി എൻക്വയറീസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ആ വീഡിയോ നമുക്ക്, അല്ലെങ്കിൽ ആ ഒരു ടെക്നിക്ക് നമുക്ക് അങ്ങ് പറഞ്ഞേക്കാന്നുള്ളത്. എളുപ്പ പരിപാടിയാണ് കേട്ടോ. ഇതിൻ്റെ ടെക്നിക്കിൻ്റെ പേര് എന്ന് പറയുന്നത് ഗ്രീൻ സ്ക്രീൻ. സംഭവം അതാണ്. അതായത് നമുക്ക് ബെറ്റർ ആയിട്ട് ഒരു പ്രൊഫഷണൽ രീതിയിൽ നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് നമ്മുടെ കയ്യിൽ ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇല്ല, നമ്മുടെ കയ്യിൽ ഒരു കൂറ അഴുക്ക് പിടിച്ചൊരു മതിലാന്ന് വെച്ചോ, അല്ലെങ്കിൽ ഇപ്പം നമുക്ക് അതിന് പറ്റിയൊരു സാഹചര്യമൊന്നുമില്ല. ചിലരുടെ വീടൊക്കെ എന്ന് പറഞ്ഞാൽ അടിപൊളിയായിരിക്കും. അപ്പോൾ ആ വീട് മൊത്തം കാണിച്ചിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ കാണിച്ചിട്ടൊക്കെ ആയിരിക്കും ഓരോരുത്തർ വീഡിയോ ചെയ്യുന്നത്. നമുക്കങ്ങനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. നമ്മുടെ അതൊരു റെൻറ്റഡ് ഹൗസാണ്, അല്ലെങ്കിൽ ഒരു ചെറിയ മുറിയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് വേറെ ഓപ്ഷൻസ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ഇങ്ങനൊരു പരിപാടി ചെയ്യാം. അതിനിപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് നോർമലി ഒരു വെറൈറ്റി കളറാണ് ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് യൂസ് ചെയ്യേണ്ടത്. അതിപ്പോൾ ഒരു തുണിയാവാം, അല്ലെങ്കിൽ ഒരു പേപ്പർ ആവാം, എന്ത് വേണേ ആവാം. ഓക്കെ, ഇല്ല അങ്ങനെയല്ല ബാക്ക്ഗ്രൗണ്ട് മാത്രം സെറ്റ് ചെയ്തിട്ട് ചെയ്യുന്നത് ചെയ്യാം കേട്ടോ. പക്ഷെ ഇതാകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ചേഞ്ച് ചെയ്യാം എഡിറ്റ് ചെയ്യുന്ന സമയത്ത്. അതാണ് ഗ്രീൻ സ്ക്രീനിൽ മെയിനായിട്ട് ചെയ്യുന്നത്. അപ്പം സംഭവം ശരിക്കും അങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ ഇപ്പോൾ ഇങ്ങനെ നിന്ന് ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്ന സമയത്ത് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കണ്ടോ ഒരു പച്ച കളർ തുണിയാണ് ഞാൻ ഇട്ടേക്കുന്നത്. അപ്പോൾ ഈ ഒരു പച്ച കളർ തുണിയുടെ ഇതിൽ നിന്നിട്ട് വീഡിയോ എടുക്കുക. അന്നേരം എന്താണ്, ഈ തുണി ഇങ്ങനെ മാറിയൊന്നും പോരുത് കേട്ടോ, മാറി പോരുത്. അതായത് ഫുൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് മൊത്തം ആ പച്ച കളർ തന്നെ ആയിരിക്കണം. ഗ്രീൻ സ്ക്രീൻ തന്നെ യൂസ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള ഏതെങ്കിലും ഒരു കളർ, ബ്ലാക്ക് ഒന്നും അല്ല, ബ്ലാക്ക് വൈറ്റ് അങ്ങനത്തെ ഒന്നുമല്ല. ഇപ്പം കടുനീലയില്ലേ, കടുനീല വേണമെങ്കിൽ യൂസ് ചെയ്യാം, അല്ലെ വേറെ എന്തെങ്കിലും ഒരു ബ്രൗൺ കളർ, അങ്ങനെ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. അതനുസരിച്ച് നമുക്ക് അവിടെ കൊടുക്കണമെന്നേ ഉള്ളൂ. പക്ഷെ നമ്മൾ ഈ ബാക്ക്ഗ്രൗണ്ടിൽ യൂസ് ചെയ്യുന്ന ഈ കളറ് നമ്മുടെ കയ്യിലൊന്നും ഉള്ള ആക്സസറീസിലോ അല്ലെങ്കിൽ നമ്മുടെ ഡ്രസ്സിലോ, ഇപ്പം നമ്മുടെ ഡ്രസ്സും പച്ചയാണ് ഇതും പച്ചയാണെങ്കിൽ സംഭവം പൊട്ടിപ്പാളിസായി പോകും. ഇപ്പം നോക്കിയേ, ഇത് ഇപ്പോൾ വർക്ക് ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല. ഇതിപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന ഒരു പച്ച കളർ തുണിയാണ്, പക്ഷെ വൈറ്റ് കളർ പോലെ തോന്നുന്നു കേട്ടോ. നമുക്ക് നോക്കാം. എന്തായാലും ഇതിപ്പോൾ എൻ്റെ ഒരു പച്ച സാധനമായിരിക്കുന്നത് അല്ലേ. ഇതിപ്പോൾ നമുക്ക് എഡിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് നോക്കാം അതിനകത്ത് വല്ല വ്യത്യാസം വരുന്നുണ്ടോ. അപ്പം പച്ച കളർ യൂസ് ചെയ്ത് കഴിഞ്ഞ സംഭവം, അതായത് ബാക്ക്ഗ്രൗണ്ട് യൂസ് ചെയ്യുന്ന അതേ സാധനം നമ്മുടെ കയ്യിലോ നമ്മുടെ തുണിയിലോ നമ്മുടെ ഡ്രസ്സിലോ ഒക്കെ ഉണ്ടെങ്കിൽ പണി പാലും വെള്ളത്തി കിട്ടും. അപ്പം ഞാനിപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ലോക്ക്ഡൗൺ ആയതിനു ശേഷം താഴെ ഒന്നും വീഡിയോ ചെയ്യാൻ പറ്റത്തില്ല. ആ ഒരു കോൺഫിഡൻസ് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ബിജു കൊണ്ട് അപ്പുറത്തെ മുറിയിൽ പിള്ളേർ അലമ്പാണ്, TV ഹൈ ക്വാളിറ്റി വെച്ചേക്കുവാണ്. അപ്പം എന്താ ചെയ്യും, ഞാൻ മുകളിലത്തെ നില വന്നിട്ട് ഈ ഒരു സ്ക്രീൻ വലിച്ചിട്ട് ഇവിടെ എന്ന് വെച്ചാൽ അധികം ഫർണിച്ചറും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ആകെ ഒരു ഡൾ ഇഫക്റ്റ് ആണ്. അപ്പം ഞാൻ വിചാരിച്ചു ഗ്രീൻ സ്ക്രീൻ ഉണ്ടെങ്കിൽ നമുക്ക് തോന്നുന്ന ബാക്ക്ഗ്രൗണ്ട് ബാക്കിലിടാമല്ലോ. അപ്പം അതാണ് കേട്ടോ. അപ്പം നമുക്ക് ഞാൻ എന്താ പറഞ്ഞ ഇതിൻ്റെ സെറ്റപ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ പറഞ്ഞുതരാം. ഈ ഒരു മുറിയിൽ ഇതുപോലൊരു സ്റ്റാൻഡ് വെച്ചേക്കുവാണ്. ഈ ഒരു സ്റ്റാൻഡ് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചാണ്. നല്ലോണം പൊക്കം കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ പറ്റുന്നൊരു സ്റ്റാൻഡാണ്. ഈ ഒരു സ്റ്റാൻഡ് ഞാൻ ഇങ്ങനെ വെച്ചേക്കുവാന്നു. ഇതേപോലെ വെച്ചേക്കുവാ. എന്നിട്ട് അതിലോട്ട് നമ്മുടെ ഈ തുണി അങ്ങോട്ട് ഇട്ടു. അപ്പം ഈ സ്റ്റാൻഡിന് ഏതാണ്ട് ഒരു 2000 അടുപ്പിച്ചങ്ങാണ്ട് വില വരും. അതിൻ്റെ ലിങ്ക് ഞാൻ വേണേൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, സ്റ്റാൻഡ്. പിന്നെ ഈ ഒരു തുണി തന്നെ പല കളറിൽ കിട്ടും. വൈറ്റ് ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്, റെഡ് ഉണ്ട്, അങ്ങനെ വേറെ കളറിലൊക്കെ ഉണ്ട്. ഇതിന് ഏതാണ്ട് 500-600 രൂപയാണ് കേട്ടോ. അതായത് ഫുള്ള് ഒരു തയ്യലൊന്നും ഇല്ലാത്തൊരു തുണിയാണ്. ഇതിപ്പോൾ 2 ലെയറായിട്ട് ഞാൻ ഇട്ടേക്കുക കണ്ടോ. തയ്യലൊന്നും ഇല്ലാത്ത, ചുളുക്കമൊന്നും ഇല്ലാത്ത ഒരു തുണി. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് നല്ല ലൈറ്റുള്ളൊരു സ്ഥലമായിരിക്കണം. ഇവിടെ നമുക്ക് ട്രൈപോഡ് വയ്ക്കാം. ഇതിലോട്ട് ക്യാമറ വെച്ചിട്ട് നമുക്ക് ഇവിടെ നിന്ന് വാചകം അടിക്കാം. അപ്പോൾ ഇത്രയുള്ള ഇതിൻ്റെ സെറ്റിംഗ് എന്ന് പറയുന്നത്. ഇനി ബാക്കി സെറ്റിങ്ങും കാര്യങ്ങളൊക്കെ നമ്മുടെ എഡിറ്റർ ഉണ്ടല്ലോ, നമ്മുടെ വീഡിയോ എഡിറ്ററിലാണ് ഇതിൻ്റെ ബാക്കി പരിപാടികളൊക്കെ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് നേരെ താഴോട്ട് പോകാം. ഇനി ഇതിൻ്റെ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞു തരാം. വളരെ സിമ്പിളാണ്. ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ കണക്ക് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള പരിതസ്ഥിതികളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ഇത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. ഇനി നിങ്ങൾക്ക് ഇതുപോലൊരു വലിയൊരു സ്ക്രീനും കാര്യമൊന്നും ഇല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പച്ച കളർ ഷോൾ എടുത്തിട്ട് ചെയ്താലും മതി. പച്ചയോ നീലയോ അങ്ങനെ നമ്മുടെ ഡ്രസ്സുമായിട്ട് മാച്ച് ചെയ്യാത്ത ഏതെങ്കിലും ഒരു കളർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് വേണമെങ്കിൽ ഒരു ഭിത്തിയിലോട്ട്
അടിച്ച് സെല്ലോട്ടേക്ക് വെച്ച് ഒട്ടിച്ച് വെച്ചാലും മതി, അനങ്ങാതെ ഇരിക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എന്നിട്ട് നമുക്ക് ഈ പരിപാടി ചെയ്യാം. ഇതുപോലെ ഇതൊക്കെ ഞാൻ ഇച്ചിരി പൈസയുടെ കൊഴുപ്പിൽ വാങ്ങിച്ചത്, അതുകൊണ്ട് അത് വിട്ടേരെ. നമുക്കല്ലാതെ നമ്മുടെ ഭിത്തിയിലോട്ട് അടിച്ച് വലിച്ചു കെട്ടി, അതായത് ചുളിവൊന്നും വരരുത്, ഇങ്ങനെ ചുളിവൊന്നും വരാതെ കിട്ടണം, അത്രേ ഉള്ളൂ. അങ്ങനെ ചെയ്തിട്ട് നമുക്ക് ബാക്കി എഡിറ്റിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. നമ്മളിപ്പം താഴെ വന്നിട്ടുണ്ട്, ഇനി എഡിറ്റ് ചെയ്യാൻ പോവാണ്. ഞാൻ എഡിറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന എന്താണ്, എഡിറ്റ് ചെയ്യാൻ യൂസ് ഇതാണ് പ്രശ്നം. ഇങ്ങനെയുള്ള അലമ്പുകൾ ഉള്ളതുകൊണ്ടാണ് ഞാൻ മോളിൽ പോരുന്ന വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എഡിറ്റ് ചെയ്യാനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന മൂവാവി സ്യൂട്ടാണ്. മൂവാവി വീഡിയോ സ്യൂട്ട് കുട്ടി താഴെ ഞാൻ നിന്നെ കാണിക്കാം. അപ്പം മൂവാവി വീഡിയോ സ്യൂട്ടാണ്. അതിലിട്ട് എന്ത് ചെയ്യണം എന്നുള്ളത് നമുക്ക് വഴിയെ കാണാം. ഇനിയിപ്പം ഞാൻ നേരത്തെ നമ്മൾ ഷൂട്ട് ചെയ്ത വീഡിയോ ഇല്ലേ, ആ ഒരു ക്ലിപ്പ് ഇതിനകത്തോട്ട് ഇട്ടിട്ട് എന്താ ചെയ്യേണ്ടതെന്നുള്ളത് കാണിച്ചു തരാം. അപ്പം വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ. പ്ലീസ് 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 ലൈക്ക് ചെയ്യണം, ലൈക്കണ്ട ഷെയർ ചെയ്യണം. ഓക്കെ, അപ്പോൾ ശരി, നമുക്ക് നേരത്തെ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് കാണാവേ. അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ എന്താണ് നമ്മുടെ മൂവാവി വീഡിയോ സ്യൂട്ട്. കണ്ട, ഇതിന് ഏതാണ്ട് 2000 രൂപയ്ക്കകത്ത് വരും കേട്ടോ, ഇതിൻ്റെ കീ മേടിക്കണമെങ്കിൽ. അപ്പോൾ ഇത് പർച്ചേസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആണ്. ഇനി ഇതിൽ നമുക്ക് നമ്മുടെ നേരത്തെ ആ ഒരു എന്താണ് അതിനെ പറയുന്നത്, നേരത്തെ ആ ഒരു വീഡിയോ എടുക്കാം. ഓക്കെ, അയ്യോ എവിടെ പോയി, അപ്പം ഞാൻ എന്താ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഫോട്ടോ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമുക്ക് ഈ ഫോണിലൊക്കെ എഡിറ്റ് ചെയ്യുന്നവർക്ക് ഇത് ചെയ്യാൻ പറ്റുമോ എന്നുള്ള എനിക്ക് ഡൗട്ടാണ്. കാരണം എന്താ, ഈ കാണുന്നുണ്ടോ ടൈറ്റിൽ ട്രാക്ക്, വീഡിയോ ട്രാക്ക്, മ്യൂസിക് ട്രാക്ക്, ഓഡിയോ ട്രാക്ക് എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി ട്രാക്കുള്ള എഡിറ്റിംഗ് സോഫ്റ്റ്വെയർസിന് മാത്രമേ ആനി ആ സൗണ്ട് ഒന്ന് കുറച്ച് വെച്ചേ മോളെ. ഈ ഇത്രയും ട്രാക്ക് വരുന്നതിൽ മാത്രമേ നമുക്ക് ഇതുപോലത്തെ പരിപാടി ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം എന്നാന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ദാണ്ട ഇതിപ്പോൾ നമ്മുടെ ഇതാണല്ലോ നമ്മുടെ വീഡിയോ. ഈ വീഡിയോ വെറുതെ റൺ ചെയ്ത് കഴിയുമ്പോൾ നമ്മളിങ്ങനെ, അയ്യോ സൗണ്ട് ഒന്ന് കുറച്ച് വെച്ചേക്കാം. ഈ വീഡിയോ വെറുതെ റൺ ചെയ്ത് കഴിഞ്ഞാൽ ദേ ഇങ്ങനെയാണ് ഇത് കാണുന്നത്. ഓക്കെ, അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇതിന് ബാക്ക്ഗ്രൗണ്ടിലൊരു ഇമേജ് കൊണ്ടുവരണം. അപ്പോൾ നമുക്കിപ്പോൾ ഇതിനകത്ത് തന്നെയുള്ള ബാക്ക്ഗ്രൗണ്ട് എടുക്കാം. ഇത് കണ്ട, ഇതെടുക്കാം. ഇതെടുത്ത് നമ്മൾ സാധാരണ പോലെ വലിച്ചിടുക. അത് നമുക്ക് ഇതിങ്ങനെ പ്ലേ ചെയ്യും. ഇത് കണ്ടോ, പ്ലേ ചെയ്യുന്ന കണ്ടോ ഈ സ്ഥലത്ത്. അത് കഴിഞ്ഞ് ഇത് സെപ്പറേറ്റ് ആയിട്ട് പ്ലേ ചെയ്യും. ഇനിയിപ്പോൾ എന്താണ്, ഇത് ബാക്ക്ഗ്രൗണ്ടിൽ വന്ന് ഇത് അല്ലാണ്ട് നിൽക്കണം. അപ്പം നമ്മൾ അതിനെ പിടിച്ച് വലിച്ച് മുകളിലോട്ടിടും. അപ്പം മുകളിലോട്ടിട്ടപ്പോൾ കണ്ടോ ഒരു എക്സ്ട്രാ ട്രാക്കും കൂടെ വന്നു. എന്തുവാ അത് നോക്കിയേ, ഓവർലേ ട്രാക്ക്. കണ്ടാ, ഓവർലേ ട്രാക്ക് എന്ന് പറയുന്ന ഒരു ട്രാക്ക് വന്നിട്ടുണ്ട്. അതും ഇതാണ് നമ്മുടെ നോർമലായിട്ടുള്ള വീഡിയോ ട്രാക്ക്. അപ്പോൾ ഇവിടെ ആയിരുന്നു നോർമൽ, ഈ വീഡിയോ ട്രാക്കിലാണ് സാധാരണ നമ്മൾ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യാനായിട്ട് ഇടുന്നത്. പക്ഷേ നമുക്കിതുപോലെ ബാക്ക്ഗ്രൗണ്ടിൽ വേറെ ഇമേജ് വരണം, അല്ലെങ്കിൽ വേറെ വീഡിയോ വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ ഓവർലേ ട്രാക്കിലോട്ടാണ് ഇതെടുത്തിരുന്നത്. ഒന്നുമില്ല, ഇവിടെ കിടക്കുന്ന ഇതിനെ എടുത്ത് ഇങ്ങനെ പൊക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി ഓവർലേ ട്രാക്ക് വരും, അതിലോട്ട് നമ്മൾ എടുത്തിടും. കണ്ടോ, ഇനി ഈ വീഡിയോയിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇതിൻ്റെ വീഡിയോ സെറ്റിങ്സിൽ പോകണം. നിങ്ങളുടെ ഇതിൽ ഏതാണ് എഡിറ്ററെങ്കിലും അതിൻ്റെ വീഡിയോ സെറ്റിങ്സിൽ പോവുക. ഇതിൽ ക്രോമാ കീ കണ്ട, ക്രോമാ കീ എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. അതിൽ കണ്ടോ ബാക്ക്ഗ്രൗണ്ട് കിടക്കുന്നുണ്ടോ, പച്ചയാണ്. അപ്പോൾ നമുക്ക് ഈ പച്ച എനിക്കൊന്ന് മാറ്റാൻ തോന്നും കേട്ടോ. ഈ കളറ് പിക്ക് ചെയ്ത് മാറ്റും എന്തോ ചെയ്യാം. അതിപ്പോൾ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ഒരു പച്ച ഗ്രീൻ സ്ക്രീൻ വെച്ചിട്ടുള്ള പരിപാടിയാണ്. എനിക്ക് പച്ച എങ്ങനെ മാറ്റും, എന്തായാലും മാറ്റാൻ പറ്റത്തില്ല. അത് മാറ്റാൻ പറ്റും കേട്ടോ, എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. അപ്പം ഞാൻ ഇനി ഇതൊന്നും ചെയ്യുന്നില്ല, വെറുതെ ഇത് അപ്ലൈ അങ്ങോട്ട് കൊടുക്കും. അപ്ലൈ കൊടുക്കുമ്പോൾ കണ്ടോ സംഭവം മൊത്തത്തിൽ മാറിയോ കണ്ടോ. ഇത് കണ്ടോ, ഞാനിപ്പം നിന്നത് പച്ച ബാക്ക്ഗ്രൗണ്ടിലായിരുന്നു, പക്ഷേ അതിപ്പോൾ കണ്ടോ ബാക്കി നല്ല ബൾബൊക്കെ കത്തി നിൽക്കുന്നുണ്ടോ. അപ്പോൾ അതാണ് ക്രോമാ കീ എന്ന് പറയുന്നത്. അത്രയേ ഉള്ളൂ സംഭവം, വേറെ ഒന്നും ഇല്ല. പക്ഷെ ഞാൻ കണ്ടത് ഈ ഒരു പച്ച, നമ്മൾ നേരത്തെ എടുത്ത പച്ച തുണി അതിലോട്ട് വന്നപ്പോൾ ഈ ബാക്ക്ഗ്രൗണ്ട് ഇതിലോട്ട് കയറി. കണ്ടോ, ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇത് ഇവിടെ കഴിഞ്ഞപ്പം ബ്ലാക്ക് കളർ വന്നത്. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങോട്ട് വലിച്ചിടാം. ഇനി ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്, നമ്മുടെ കയ്യിൽ പച്ചയോ അല്ലെങ്കിൽ നമ്മുടെ ഡ്രസ്സിൽ പച്ച കളറോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ ബാക്ക്ഗ്രൗണ്ട് ഇതേലോട്ട് കയറി പിടിക്കുക. അതായത് നമ്മളിതിനകത്ത് പറഞ്ഞേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, പച്ച കളറ് വരുന്നത്, ഈ പച്ച കളറ് വരുന്ന ഏരിയയിലെല്ലാം അങ്ങോട്ട് ട്രാൻസ്പെറൻ്റ് ആവാനാണ് പറഞ്ഞേക്കുന്നത്.
പിന്നെ ഇത് ഇങ്ങനെ എഡ്ജസ് മാറ്റാനും നോയ്സ് റെഡ്യൂസ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. ഞാൻ അതിലൊന്നും തൊട്ട് കളിക്കാറില്ല. അതൊക്കെ നമുക്ക് എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കാവുന്ന കാര്യങ്ങളാണ്. അപ്പം ഈ ഒരു പച്ച കളറ് മാറിയിട്ട് നമുക്ക് അതുകൊണ്ടാണ് ഈ ഒരു ഇത് വന്നേക്കുന്നത്. ഞാൻ വേണമെങ്കിൽ ഇത് ഓഫാക്കി കാണിച്ചു തരാം. ഇതിപ്പോൾ ഇത് ഞാൻ ഓഫാക്കി കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ പോയി നമ്മുടെ അതാ ഇത് കണ്ട, ഇതിപ്പോൾ നല്ല പച്ച കളറാണ്. പക്ഷേ നമ്മൾ ഈ ക്രോമാക്കി അങ്ങോട്ട് അപ്ലൈ ചെയ്ത് കഴിയുമ്പം ഈ ബാക്ക്ഗ്രൗണ്ട് കയറി അതിൻ്റെ പച്ചയിൽ കയറിയത് കണ്ടോ. അപ്പോൾ അതാണ് പറഞ്ഞത്, ഒരിക്കലും നമുക്ക് ഇപ്പം ഞാൻ വേറൊരു ബാക്ക്ഗ്രൗണ്ട് ഇടാം. നമുക്ക് കുറച്ച് ബാക്ക്ഗ്രൗണ്ടുകൾ വെച്ചങ്ങ് കളിക്കാം. ഇതിപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഇത് മാത്രമല്ല, നമുക്ക് വീഡിയോസും ഇടാം കേട്ടോ. വീഡിയോസും നമുക്ക് ഇതിലോട്ടൊക്കെ ഇടാം, ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടായിട്ടൊക്കെ സെറ്റ് ചെയ്യാം. വീഡിയോ വരുന്നില്ല. ഓക്കെ. അപ്പോൾ ഇതാ നോക്കിക്കോണം, ഇത് കണ്ട, ഇതിങ്ങനെ ഈ ബാക്ക്ഗ്രൗണ്ട് ഈ ബാക്ക്ഗ്രൗണ്ട്. പിന്നെ നമുക്ക് വേണമെങ്കിൽ വീഡിയോ കണ്ട, അത് മൊത്തത്തിൽ കറുത്തുപോയി. നമ്മുടെ പച്ച കളർ അത് മൊത്തത്തിൽ കാണിച്ചു തരാം. ഇതേ കണ്ട, ഇത് വലിയ കുഴപ്പമില്ലായിരുന്നതായിരുന്നു. ഇത് നോക്കിക്കേ, ഇതിലത് വലിയ പച്ചയാണെങ്കിലും അത് ട്രാൻസ്പെറൻ്റ് ആയി പോകുന്നുണ്ട്. ഇതിലിപ്പം നമ്മൾ ആ പച്ച കളറ് എന്താണ് ആ സാധനം എടുക്കുമ്പോൾ ഡെക്കറേഷൻ്റെ ഐറ്റം എടുക്കുമ്പോൾ വലിയ കുഴപ്പമില്ല. പക്ഷേ ഇത് കണ്ടോ, ഇത് മൊത്തത്തിൽ അതങ്ങ് മാറ്റി. അപ്പം ഇതാണ് അതിൻ്റെ മെയിനായിട്ടുള്ള സംഭവം. വളരെ സിമ്പിളാണ്. നമ്മൾ പച്ച ബാക്ക്ഗ്രൗണ്ടിലോ അല്ലെങ്കിൽ നീല ബാക്ക്ഗ്രൗണ്ടോ നേരത്തെ പറഞ്ഞ പോലെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വീഡിയോ എടുക്കുക. ഇതിൻ്റെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഇമേജ് കൊണ്ടുവന്ന് നമ്മുടെ നോർമൽ വീഡിയോ ട്രാക്ക് ഉണ്ടല്ലോ, വീഡിയോ ട്രാക്കിലോട്ട് ഇടുക. ഓവർലേ ട്രാക്കിലോട്ട് നമ്മുടെ ഏത് ഇതിൻ്റെയാണോ മാറ്റേണ്ടത്, ബാക്ക്ഗ്രൗണ്ട് മാറ്റേണ്ടത് അതിടുക. എന്നിട്ട് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ വീഡിയോ സെറ്റിങ്സിൽ പോയിട്ട് ക്രോമാ കീയുടെ അതിൽ വെറുതെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ അതിൽ ചിലപ്പോൾ വേറെ എന്തെങ്കിലും സെറ്റിങ്സും കൂടെ കാണാമായിരിക്കും. അപ്പോൾ മൂവി വീഡിയോ എഡിറ്റിൽ ഇങ്ങനെ ചെയ്താൽ മതി. വളരെ സിമ്പിളാണ് കാര്യങ്ങൾ. ഇഷ്ടമുള്ള ബാക്ക്ഗ്രൗണ്ടൊക്കെ സെറ്റ് ചെയ്യാം കേട്ടോ. ഇതിൽ ഞാൻ പച്ച സെറ്റ് ചെയ്ത് കണ്ട, അപ്പോൾ അത് മൊത്തത്തിൽ മാറി. അപ്പോൾ അതല്ല, അങ്ങനെയല്ല കണ്ട. ഓക്കെ, അപ്പോൾ ഇത്രയുള്ള സംഭവം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യണം, മറന്നു പോകരുത്, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് ഉടനെ കാണാം. Bye-bye.